എന്താടാ എന്താ ഒന്നുമില്ല പറയേ. അമ്മ പൃഥ്വിരാജ് മാരിയേ ഇരിക്കാൻல ആണെന്നൊക്കെ തോന്നുന്നു. ഈ കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടിലെയാ. ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചേക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നിന്റെ ഈ പറഞ്ഞ കോടികൾ. ചുമ്മാ വായത്താളം വിട്ടോണ്ടിരിക്കാനെ കേറ്റി വിളിയടാ. വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഉടച്ച് കയ്യിൽ തരും ഞാൻ. ആളിയാ എങ്ങനെ ഉണ്ടായിരുന്നടാ? ആളെയാ പൊളിച്ച് ഒരു രക്ഷയില്ല. മാസ്റ്റർ പീസ് രാജു ഏട്ടൻ. ആക്രാന്തപ്പെടല്ലേ, കാണിക്കാം. മ്യൂസിക്കും സ്ലോ മോഷനും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. എന്നാലും ഫിനിഷിംഗ് വരുമല്ലേ? അല്ലയാ, ഇത് നമ്മൾ എടുത്ത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താ ഉറപ്പായിട്ടും കയറി വൈറലാവൂലേ. ഒന്നാമതേ ഇൻഡസ്ട്രിയിൽ ഒരു സംസാരമുണ്ട്, രാജുവേട്ടൻ അനിയനായിട്ട് അഭിനയിക്കാൻ ആരുമില്ലാന്ന്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ അളിയനെ അനിയനായിട്ട് അഭിനയിക്കാൻ വിളിക്കും. അളിയന് രാജുവേട്ടനായിട്ട് കമ്പനി ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഈ വീഡിയോ എടുത്ത് പേഴ്സണൽ ആയിട്ട് അയച്ചാൽ കൊടുത്താൽ മതി. അപ്പൊ പുള്ളിക്ക് തോന്നിയാലോ നമുക്ക് എവനെ അനിയനായിട്ട് വിളിക്കാന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യമേ ലെച്ചൂസിന് അയച്ചു കൊടുക്കാവോ? ലെച്ചൂസിന്റെ അഭിപ്രായം കേൾക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാലോ. അത് കഴിഞ്ഞിട്ട് പയ്യെ പോസ്റ്റ് ചെയ്യാം. പയ്യെ പോസ്റ്റ് ചെയ്തേടാ. നമുക്കേ ചിലപ്പോ വീണ്ടും ഒന്നുകൂടെ എടുക്കേണ്ടി വരും. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് എഡിറ്റ് ചെയ്യടാ. ഓക്കെ. അല്ല, സിദ്ധുമോനെന്താ മുണ്ടൊക്കെ എടുത്തോണ്ട് കല്യാണത്തിന് പോവാന്നോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അതിനൊന്നും അല്ല മുമ്മേ, സിദ്ധോളി സിനിമയിൽ അഭിനയിക്കാൻ പോവാ. സിനിമയിലെയോ? യാര് പടം? നമ്മ രജനി സാർ പടമാ? അല്ല, വിജയ് സാർ പടം. വിജയ് സാർ പടമാ? രാജു സാർ പടം. അതാ ഇതങ്ങോട്ട് നോക്കിയേ. അയ്യോ സൂപ്പർ സിദ്ധു, ரொம்ப സൂപ്പർ. മാസ് മാസ് ശരിക്കും. അല്ല മോനെ, ഇതൊക്കെ കാണിച്ച സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുവോ? പിന്നെ ഇതൊക്കെ കാണിച്ചിട്ടല്ലേ ഇപ്പൊ പല ആൾക്കാരും സിനിമ അഭിനയിക്കാൻ വിളിക്കണേ. അതേപോലെ അളിയനെ വിളിക്കും. അപ്പൊ അളിയ എങ്ങനെ പോസ്റ്റ് ചെയ്യട്ടാ? അളിയാ, ഇത് പോസ്റ്റ് ചെയ്യണ്ടാ. നമുക്ക് ഇച്ചിരി ലെങ്തി ഡയലോഗ് ഉള്ള സാധനം പഠിച്ചേക്കാം. അങ്ങനെ എന്നാ പിന്നെ ശരി, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യണില്ല. ഇത് പോസ്റ്റ് ചെയ്യളിയാ. നമുക്ക് നല്ല ഒരെണ്ണം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാട്ടോ. മോനെ, എന്തുവായാലും സിദ്ധുമോന്റെ അഭിനയം കാണാൻ അടിപൊളിയാ. സിദ്ധു വന്ന് ഒരു സകല കലാ വല്ലഭന്താ. നീ എന്താടാ ഈ വഴിക്ക്? നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വഴിക്ക് വരരുതെന്ന്. ഞാൻ അതിനൊന്നും ഇറങ്ങിയതൊന്നും അല്ല. എനിക്കറിയാം ഇവിടെ ശിവാനി ഇല്ലെന്ന്. ഞാൻ അളിയനെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്തോന്ന്? അളി എന്ത് പരിപാടി അളിയാ കാണിച്ചത്? ഞാൻ എന്ത് പരിപാടി കാണിച്ചു? ചുമ്മാ അല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മഹാന്മാരെയൊക്കെ അടുത്തറിയുമ്പോൾ മനസ്സിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകുന്നു. വിഗ്രഹോ? നീ എന്തോന്നൊക്കെയാ പറഞ്ഞേ? ഉദിക്കടാ, അടിച്ചുണ്ടോ നീ? ഒന്ന് പോളിയാ. അളിയ സത്യം പറ, അളിയന് ഫേമസ് ആവാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന? ഫേമസ് ആവാനോ? എന്തുവാടേ? അളിയൻ ചുമ്മാ ഒന്നും അറിയാത്തണക്ക് പറയല്ലേ അളിയ? എന്തോ നീ കാര്യം പറ. ഒന്നും അറിഞ്ഞില്ലേ അപ്പം? ഒന്ന് പോയ അളിയ. പിന്നെ ആളി അറിയാതെ എങ്ങനെ അതിനകത്ത് പറഞ്ഞത്? എടാ, നീ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ ബൈക്കിനെടുത്തിയ പറവണ താത്തിക്കളയും. അളിയ സത്യം പറയാലോ, അളിയനോട് എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒറ്റ രാത്രി കൊണ്ടാ ഇല്ലാതായത്. മോശം എന്ന് പറഞ്ഞാൽ മോശം മോശം മോശം, തീരെ മോശം. എന്തുവാടാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാജുവേട്ടാ,